ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് 3 സ്റ്റോക്സ് ആണ്. ഒന്നാമത്തത് മണപ്പുറം, രണ്ടാമത്തത് ITC, മൂന്നാമത്തത് സൺഫാർമ. അപ്പോൾ നിങ്ങളെൻ്റെ 27th മെയിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രാഡേ പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാ സ്റ്റോക്സിൻ്റെയും ചാർട്ട് ഐക്യൂൻ്റെയും ട്രേഡിംഗ് വ്യൂൻ്റെയും ചാർട്ട് പാരലായിട്ട് തുറന്നിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റോക്കിൻ്റെത് എല്ലാ ചാർട്ടും ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ ചാർട്ടിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ 27th മെയില് ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം 9:13 2 മിനിറ്റിനുള്ളിൽ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവും. നോക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ പ്രകാരം ഞാൻ ടാറ്റ പവറിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും മാഗ്ഡി ക്രോസ് ഓവർ തന്നു, ലീനിയർ ഇൻ്റർസെപ്റ്റിൻ്റെ ക്രോസ് ഓവറും കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു 500 ക്വാണ്ടിറ്റി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് പ്രോഫിറ്റിലാണ് പോകുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ടാറ്റ പവറിൻ്റെ കേസിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 35.5 ആണ്. അത് ഈ ഒരു കേസിൽ കുറച്ച് കൂടുതലാണ്, പക്ഷേ ഞാൻ 36 വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത് 0.5ൻ്റെ ഇതിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് 35.5 ആണ്. ഇനി ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ക്യാൻഡിലാണ്. അടുത്തതിൽ മേലോട്ടാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 36ലേക്ക് മാറ്റും എൻ്റെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊട്ടാക് ബാങ്കിനും ഒരു സ്ട്രോങ് ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. ഞാൻ കൊട്ടാക് ബാങ്ക് ഇപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബുള്ളിഷ് ഇതിലേക്ക് പോകുന്നതാണ് ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പം ഞാനിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ടാറ്റ പവറിൻ്റെ സ്റ്റോക്ക് ഇപ്പോഴും മേലേക്ക് തന്നെ പോകുന്നു, നമ്മൾ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇതുവരെ ഒരു ക്ലോസിംഗ് സിഗ്നൽ തന്നില്ല, അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കൊട്ടാക് ബാങ്ക് ഇപ്പം ഒരു നല്ലൊരു ബുള്ളിഷ് റണ്ടിൽ പോയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു PNL ചെക്ക് ചെയ്യാണ് ഇന്ന്. അപ്പം ഇത് ഓൾറെഡി ഇപ്പോൾ ഒരു 670 ആ റേഞ്ചിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ കൊട്ടാക് ബാങ്ക് ഞാൻ ഇനീഷ്യലി സെറ്റ് ചെയ്ത ടാർഗറ്റിൽ തട്ടി. ഞാൻ എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു നോ ലോസ് സിറ്റുവേഷൻ പോലെ വെക്കുവാണ്. ഞാൻ ഇപ്പോൾ 1240 എൻ്റെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ കൊട്ടാക് ബാങ്ക് എന്തായാലും ഇപ്പോൾ ഒരു നോ ലോസ് സ്ട്രാറ്റജിയിലുള്ളത്. താഴേക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. മേലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് അത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ ഹോൾഡ് ചെയ്യാണ്. ടാറ്റ പവറിൻ്റെ കേസിലും സെയിം കാര്യം തന്നെയാണ് ഇൻഡിക്കേറ്റർ പറയുന്നത്. നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ സെറ്റ് ചെയ്ത സ്റ്റോപ്പ് ലോസിൽ ചെറിയ എറർ വന്നായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസിൽ തട്ടി ട്രേഡ് എക്സിറ്റ് ആയിട്ട് ഉള്ളത്. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 500 rupees പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ ട്രേഡിൽ. പക്ഷേ എന്തായാലും ഇപ്പോൾ ആ സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് ഉണ്ടാകുമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതൊരു ഭയങ്കര സില്ലി മിസ്റ്റേക്ക് ആയിപ്പോയി. ഇപ്പം നമുക്ക് സൺഫാർമ നല്ലൊരു ബൈ സിഗ്നൽ തരാൻ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ആ മാഗ്ഡി ക്രോസ് ഓവറിനോട്ട് വെയിറ്റ് ചെയ്യാണ്. അതാണെങ്കിൽ ഈ ട്രേഡ് എടുക്കാൻ പോകും ഞാൻ. നമ്മുടെ കൊട്ടാക് ബാങ്ക് ഇപ്പം നമ്മൾ സെല് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 5 പോയിന്റ് കൂടി കയറിയിട്ടുണ്ട്. അതായത് ഞാൻ 100 ക്വാണ്ടിറ്റി എടുത്തത് ഒരു 500 rupees അവിടെ ഉണ്ടാക്കാമായിരുന്നു. അതിപ്പം പോയി. കുഴപ്പമില്ല. ഞാനിപ്പം സൺഫാർമേൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ക്രോസ് ഓവറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം സൺഫാർമേൻ്റെത് ഞാനിപ്പോൾ എടുക്കാൻ പോവാണ്. സ്ട്രോങ് ബൈ ആണ് കാണിക്കുന്നത്. സൺഫാർമ ഞാനൊരു കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കാൻ പോവാണ്. അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫാർമ ബൈ ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഇന്നും സൺഫാർമയിൽ നമ്മൾ ലോങ് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ ബൈ ചെയ്ത പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 454.5 ബൈ ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 452.5. ഓക്കെ, ഞാൻ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ ആവുന്നതെന്ന്. ഇപ്പം നിങ്ങൾ എൻ്റെ പൊസിഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കൊട്ടാക് ബാങ്ക് നമ്മൾ എക്സിറ്റ് ആയി, പ്രീമച്യൂർലി എക്സിറ്റ് ആയി.
500 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് സ്റ്റിൽ ഗുഡ്. സൺഫാം ഇപ്പം നെഗറ്റീവ് കാണിക്കുന്നത്, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അത് മേലേക്ക് പോകുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സൺഫാമ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് രണ്ട് ട്രേഡ് കറൻ്റ്ലി ഓപ്പൺ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്സിസ് ബാങ്ക് കൂടി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്ക് ഈ ഒരു ഇതിൽ നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഫോർകാസ്റ്റ് ലൈൻ ഇൻ്റർസെപ്റ്റ് ലൈനെ ക്രോസ് ചെയ്ത് മാക്ഡി ഒരു ക്രോസ് ഓവർ തരുന്നതാണെങ്കിൽ അത് നല്ലൊരു ഷോർട്ട് ചെയ്യാനുള്ള സിഗ്നലാണ്. അപ്പം ഞാൻ ഈ ആക്സിസ് ബാങ്കിൻ്റെ ഇപ്പം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ട്രേഡ്സ് ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ടാറ്റ പവർ ഇപ്പോൾ ചെറിയൊരു ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തില്ല. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഞാൻ 37 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗൈൻ ഇതുവരെ ഇപ്പോൾ ഒരു നോ ലോസ് പാത്തിലാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ വരക്കാം. 37 എക്സാക്റ്റ് അവിടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, അതിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൺഫാമ എഗെയിൻ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് സ്റ്റിൽ ഹോൾഡ് ചെയ്യാനാണ്. ഇത് ഇവിടെ അതേപോലെ തന്നെ പോകുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെയാണ് വെച്ചത്, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ആക്സിസ് ബാങ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഒരു ഷോർട്ടിങ് സിഗ്നൽ തരാൻ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വേറെ കാര്യം, നമ്മളെ കൊട്ടാക് ബാങ്ക് കയറി ഒരുപാട് അങ്ങ് കയറി, ഒരു 10 പോയിന്റ് എക്സ്ട്രാ കയറി, നമുക്കൊരു 1000 റുപ്പീസ് കിട്ടേണ്ടായിരുന്നു. സൺഫാർമ ജസ്റ്റ് താഴേക്കാണ് ഇപ്പം വരുന്നത്. മിക്കവാറും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ ഇൻഡിക്കേറ്റർ കോമ്പിനേഷൻ ഇപ്പോഴും നമ്മളോട് സ്റ്റിൽ ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. ഞാനത് വേറൊരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കട്ടെ. ഈ ഒരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴും സെയിം സിഗ്നൽ തന്നെയാണ് തരുന്നത്. ഇതൊരു ബൈ സിഗ്നൽ തന്നെയാണ്. ഇപ്പോൾ 3 മിനിറ്റിലായാലും 5 മിനിറ്റിലായാലും സെയിം സിഗ്നൽ തന്നെയാണ് തരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ, വിൽ സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. നമുക്ക് നോക്കാം. വേറെ കാര്യം എന്ന് വെച്ചാൽ കൊടാക് ബാങ്ക് അഗൈൻ കയറി അത് 1252 കയറി. അപ്പോൾ ആ ട്രേഡ് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിലൊരു സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക് കാരണമാണ്. എനിവേ, ഒരു ക്വിക്ക് സൈഡ് നോട്ട്, നിങ്ങൾ ഇന്നലെ എൻ്റെ ഇൻട്രഡേ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മണപ്പുറത്തിനും നമ്മൾ ഇതേപോലെ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മളിങ്ങനെ സേഫ് ആയിട്ട് കളിക്കാൻ നോക്കിയതുകൊണ്ട് അതൊരു 250 റുപ്പീസ് പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ ആ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, നമുക്ക് 250 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. പക്ഷെ അന്നത്തെ ദിവസത്തെ ചാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മണപ്പുറം അവിടുന്ന് പിന്നെയും ഒരു 9 പോയിന്റോളം കയറി. ഇന്നും നമുക്ക് സെയിം മിസ്റ്റേക്ക് തന്നെ പറ്റി. നമ്മൾ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് കുറേ സേഫ് ആയിട്ട് കളിക്കാൻ നോക്കിയിട്ടാണ് ഈ രണ്ട് ഇഷ്യൂസ് ഉണ്ടായതെന്നാണ് ഇപ്പം എൻ്റെ ഒരു അനാലിസിസിൽ മനസ്സിലാവുന്നത്. അപ്പം ഗോയിങ് ഫോർവേഡ് ഞാൻ ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആവുന്നതിന് പകരം കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്യാം. സൺഫാർമ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് എക്സിറ്റ് ചെയ്യാൻ നല്ല ടെംപ്റ്റിംഗ് ആണ്. എൻ്റെ ഒരു ഡെയിലി ടാർഗറ്റ് ഇത് ഓൾറെഡി മീറ്റ് ചെയ്തു. എന്നാലും ജസ്റ്റ് ഫോർ ടു ടെസ്റ്റ് ദ ഇൻഡിക്കേറ്റർ ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മണപ്പുറം കയറിയ കാര്യം, ഇന്ന് ആക്സിസ് ബാങ്ക് കുറേ മേലോട്ടേക്ക് പോകുന്ന കാര്യമൊക്കെ. അപ്പം നോക്കാം, നമ്മളുടെ ജസ്റ്റ് ഇൻഡിക്കേറ്ററിനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്ത് മുമ്പിലേക്ക് പോയി നോക്കാം. ഞാൻ എന്തായാലും എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു നോ ലോസ് ഇതിലേക്ക് മാറ്റുവാണ്. അപ്പം നമ്മൾ ബൈ ചെയ്തത് 454.5 ഞാനതൊരു 450 ആ സെയിം വാല്യൂ തന്നെ വെക്കാൻ പോവാണ്. അപ്പോൾ ഇൻ കേസ് ഇനി താഴെയാണെങ്കിൽ നമുക്ക് ലോസ് ഇല്ലാത്തൊരു രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ആക്സിസ് ബാങ്ക് നമുക്കൊരു മാഗ്ഡി ക്രോസ് ഓവർ സിഗ്നൽ തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ഇൻ്റർസെപ്റ്റിൻ്റെ ക്രോസ് ഓവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് വന്നിട്ടാകുമ്പോൾ നമുക്ക് ആക്സിസ് ബാങ്ക് എടുക്കാം. അപ്പോൾ പ്രോബബ്ലി അറ്റ് ദ സെയിം ടൈം ഞാൻ ചിലപ്പോൾ നമ്മുടെ സൺഫാമ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഒരു 3 മിനിറ്റിലേക്ക് മാറിയത് അത് ഓൾറെഡി ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആക്സിസ് ബാങ്ക് വാങ്ങാൻ പോവാണ്. അതിൻ്റെ യൂഷ്വൽ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ഇതൊരു ബൈ സിഗ്നലാണ്. അപ്പോൾ ഞാൻ ബൈ ചെയ്യാൻ പോവാണ്. അപ്ഡേറ്റ് ചെയ്യാം. സോറി, ഞാൻ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊരു ഷോർട്ടിൻ്റെ സിഗ്നലാണ്. ഇപ്പോൾ ഷോർട്ടാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഷോർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഞാനിപ്പോൾ അത് റിയലൈസ് ചെയ്ത്. ഇപ്പം ഞാൻ ഒരു 50 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ട്. അത് 50 ക്വാണ്ടിറ്റി ആവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു കംപ്ലീറ്റ് ക്യാപിറ്റൽ എക്സോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ 3 ട്രേഡിലും കൂടി. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പം ഷോർട്ട് പൊസിഷൻ്റെ വാല്യൂസ് ഒക്കെ ഇടാൻ പോവാണ്. ഇപ്പം നമ്മൾ വാങ്ങിയത് ആക്സിസ് ബാങ്ക് വാങ്ങിയത് 400.6-നാണ് വാങ്ങിച്ചത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 404.5-ലാണ്. അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സൺഫാർമ നല്ലൊരു ബുൾ റണ്ണാണ്, പക്ഷേ ഞാൻ ആ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം മിസ്റ്റേക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ ബൈ ചെയ്ത വാല്യൂ തന്നെ വെച്ചിട്ടുണ്ട്. സോ എന്തോന്നാലും നമുക്ക് നഷ്ടമൊന്നും വരില്ല. ഇത് എത്ര വരെ മേലേക്ക് പോകുമെന്ന് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്സ്. വേറൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊഡാക് ബാങ്കിൻ്റെ എക്സിറ്റ് ആയത് കൊണ്ടാണ് ഞാൻ സൺഫാർമ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, എന്തോ ഒരു കാര്യം മിസ് ഔട്ട് ചെയ്തു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ ട്രേഡിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഡിസൈസീവായിട്ട് വേറൊരു ട്രേഡ് ആ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് ഇപ്പോൾ അതിലും നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സൺഫാർമേൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് 457-ൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം എന്തായാലും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു 2.5 പോയിന്റ് ആണ്. അപ്പം 2.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 500 ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത്. ഒരു 1500 എന്തായാലും അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആക്സിസ് ബാങ്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തായിരുന്നു 50 സ്റ്റോക്സ്. പക്ഷെ അതിന് തീരെ മൊമെൻറ്റം ഒന്നുമില്ല, വോളിയം ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറയുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് ഉള്ളതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു അത് ലോസിലാണ് പോകുന്നത്, പക്ഷേ വെരി മിനിമൽ ക്വാണ്ടിറ്റി. സോ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൺഫാർമയിലാണ്. അപ്പോൾ ഞാൻ ടാറ്റ പവർ ഇപ്പോൾ ഒരു 3 മിനിറ്റ് ഫ്രെയിമിലേക്ക് മാറ്റിയാലും ഇത് നമ്മളോട് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാലും നമ്മുടെ പ്രോഫിറ്റും കുഴപ്പമില്ല, നല്ലൊരു റെസ്പെക്റ്റബിൾ പ്രോഫിറ്റാണ്. അപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് മേലേക്ക് പോയിട്ടാകുമ്പോൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 1 മിനിറ്റ് ഫ്രെയിമിലേക്ക് മാറ്റി. ഓക്കെ, ഇവിടെ ഒരു ഡോജിയൊക്കെ കാണുന്നത് ഒരു താഴത്തേക്കുള്ള ട്രെൻഡാണോ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ടാറ്റ പവർ നമ്മൾ എക്സിറ്റ് ചെയ്തു, സ്ക്വയർ ഓഫ് ചെയ്താൽ. പക്ഷേ ആ സ്ക്വയർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പോയിന്റ് ഡിഫറൻസ് ഉള്ളു തോന്നുന്നു. പക്ഷേ ഇപ്പം എൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നത് 250-ന്നാണ്. നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാൻ ഉദ്ദേശിച്ച വാല്യൂ 350 ആയിരുന്നു. അവിടെ നേരെ ഒരു 100 പോയിന്റ്സ് താഴേക്ക് വന്നു. പക്ഷേ ഇതായി കുഴപ്പമില്ല, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ എന്തായാലും ഹിറ്റ് ചെയ്തേനെ ഇൻ കേസ്. അപ്പം ഞാൻ ടാറ്റ പവർ ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. സൺഫാർമ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്റ്റോപ്പ് ലോസിൻ്റെ മേലെ തന്നെയാണ് ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്സിസ് ബാങ്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവാണ്, പക്ഷെ തീരെ മൊമെൻറ്റും ഇല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൺഫാർമ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മിനിമം സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഇപ്പം ഇൻ കേസ് അത് ഹിറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടി 1500 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഓൾറെഡി ഇപ്പം 15 മിനിറ്റോളമായി. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ സേഫായിട്ട് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുന്ന ഡെയിലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് ട്രേഡ് ചെയ്യാം. എല്ലാവർക്കും ഒരു എക്സലൻറ്റ് ട്രേഡർ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.